കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സേവിങ് ഫംഗ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനും ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ MEC, അതേപോലെ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് MEI. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗെയിൻസിൻ്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് MECയെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു. അപ്പോൾ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The MEC of a capital asset is the highest rate of return over cost expected from an additional or marginal unit of a particular type of capital asset. അപ്പോൾ MEC എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്യാപിറ്റൽ അസറ്റിലേക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണോ അതിനെയാണ് MEC ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംഭവമുണ്ട്. അതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ എന്താണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്താണ് എന്നുള്ളതാണ് MEC ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, MEC ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഈസ് ദി ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓവർ cost expected from an additional unit of a particular type of capital asset. The word efficiency refers to the effectiveness or rate of return over cost or profitability of a capital asset. അപ്പോൾ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്നുള്ളൊരു എഫിഷ്യൻസി ഉണ്ട്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദ വേർഡ് എഫിഷ്യൻസി റെഫേഴ്സ് ടു ദി ഇഫക്റ്റീവ്നെസ്, അതേപോലെ റേറ്റ് ഓഫ് റിട്ടേൺ ഓവർ കോസ്റ്റ്, പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ്, അതിൽ നിന്ന് എന്താണ് ലാഭം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്താണ്, അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെയാണ് എഫിഷ്യൻസി എന്നുള്ള വേർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ അസറ്റിൽ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എന്താണോ അതാണ് MEC. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ MEC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി പ്രോസ്പെക്റ്റീവ് yield ഓഫ് ആൻ അഡീഷണൽ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ഇറ്റ്സ് സപ്ലൈ പ്രൈസ്. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ MEC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ആണ്, അനുപാതമാണ്. ഏത് തമ്മിലുള്ള അനുപാതമാണ്? പ്രോസ്പെക്റ്റീവ് yield ഓഫ് ആൻ അഡീഷണൽ ക്യാപിറ്റൽ ഗുഡ് ആൻഡ് ഇറ്റ്സ് സപ്ലൈ പ്രൈസ്. പ്രോസ്പെക്റ്റീവ് yield എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി കാണാം. നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അതിൽ നിന്ന് എന്തായിരിക്കും പ്രോഫിറ്റ് എന്നത് നമ്മൾ മുൻകൂട്ടി കാണും. അതും അതിൻ്റെ സപ്ലൈ പ്രൈസും തമ്മിലുള്ള റേഷ്യോ ആണ് MEC എന്നാണ് കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ. ഓക്കെ, പ്രോസ്പെക്റ്റീവ് yield ഈസ് വാട്ട് എ ബിസിനസ് ഫേം എക്സ്പെക്ട് ടു ഒബ്റ്റെയിൻ ഫ്രം സെല്ലിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് ഇറ്റ്സ് ക്യാപിറ്റൽ അസറ്റ്സ്. അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ പ്രോസ്പെക്റ്റീവ് yield എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ക്യാപിറ്റൽ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കും? ഔട്ട്പുട്ട് ഉണ്ടാക്കും. ആ ഔട്ട്പുട്ട് വിറ്റാൽ എന്താണ് കിട്ടുന്നത്, എന്തായിരിക്കും ലാഭം എന്നുള്ളതാണ് പ്രോസ്പെക്റ്റീവ് yield എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ? നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഔട്ട്പുട്ടിൽ നിന്ന് വിറ്റാൽ നമുക്ക് കിട്ടുന്ന ലാഭം, അതാണ് റേറ്റ് ഓഫ് റിട്ടേൺ. അതാണ് ഇവിടെ പ്രോസ്പെക്റ്റീവ് yield എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The supply price is the cost of producing the capital asset. സപ്ലൈ പ്രൈസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് നമുക്കുള്ള കോസ്റ്റ്, അതാണ് സപ്ലൈ പ്രൈസ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള റേഷ്യോ, പ്രോസ്പെക്റ്റീവ് yield സപ്ലൈ പ്രൈസും തമ്മിലുള്ള റേഷ്യോ ആണ് MEC എന്നാണ് കെയ്ൻസിൻ്റെ അഭിപ്രായത്തിലുള്ളത്. ഓക്കെ, MEC represented as a percentage per year. ഇപ്പോൾ ഒരു വർഷത്തിൽ എത്രയാണ് എന്നുള്ളൊരു പെർസെൻറ്റേജ് എന്ന രീതിയിലാണ് MECയെ കാണിക്കുന്നത്. ഓക്കെ, ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ RM ഈസ് ദ MEC. ഇപ്പോൾ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷനിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ക്യാപിറ്റൽ ഗുഡിൻ്റെ കോസ്റ്റ് ഈക്വൽ ആയിരിക്കുന്നത് Q1 ഡിവൈഡ് ബൈ 1 പ്ലസ് RM റൈസ് ടു 1, Q2 ഡിവൈഡ് ബൈ 1 പ്ലസ് RM സ്ക്വയർ, Q3 ഡിവൈഡ് ബൈ 1 പ്ലസ് RM ക്യൂബ് അപ് ടു Qn ഡിവൈഡ് ബൈ 1 പ്ലസ് RM. ഇവിടെ RM എന്ന് പറയുന്നതാണ് MEC ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ QS എന്ന് പറയുന്നത് ദ പ്രോസ്പെക്റ്റീവ് yields ഇൻ വേരിയസ് ഇയേഴ്സ് 1, 2, 3 അപ് ടു N. Q1, Q2, Q3, Qn എന്ന് പറയുന്നതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുണ്ടാകുന്ന അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുണ്ടാകുന്ന yields, വരുമാനം എന്താണ് എന്നുള്ളതാണ് Q1, Q2, Q3 അപ് ടു Qn.
അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് കാണാം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത് എന്താണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് MEC ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. MECയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കൺസെപ്റ്റ് MECയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ബന്ധമാണ്. MECയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ MECയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ തീരുമാനിക്കുന്നു. അതാണ് എംപ്ലോയ്മെൻറ്റിനെ തീരുമാനിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ എംപ്ലോയ്മെൻറ്റ്, വോളിയം ഓഫ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ MECയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ തീരുമാനിക്കുന്നു. MEC എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന അഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് MEC. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ നോട്ട് ഹോൾഡിങ്. നമ്മുടെ പൈസ നമ്മൾ കൈവശം ഒളിപ്പിച്ച് വെക്കാത്തതിന് നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്താണോ അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? MECയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഈക്വൽ ആവുന്നത് വരെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആസ് ലോങ് ആസ് the MEC is more than the rate of interest, investment will continue to be made till the MEC and rate of interest are equalized. MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തിരിക്കും. ഏതുവരെ കണ്ടിന്യൂ ചെയ്യും? MECയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഈക്വൽ ആവുന്നത് വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വൺസ് MEC is equated to the rate of interest, equilibrium investment is determined. MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഈക്വൽ ആവുമ്പോൾ ഇക്വിലിബ്രിയം ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കും. എന്തെങ്കിലും ഡിസിക്വിലിബ്രിയം MECയിലോ അതേപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലോ ഉണ്ടാകുമ്പോൾ അത് റിമൂവ് ചെയ്യുന്നത്, ഒഴിവാക്കുന്നത് ഒന്നെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കിൽ അല്ലെങ്കിൽ MECയിൽ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലോ അല്ലെങ്കിൽ രണ്ടിലും കൂടെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടായിരിക്കും. അപ്പോൾ MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഫിഗറാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ X ആക്സിസിൽ ക്യാപിറ്റൽ സ്റ്റോക്കും Y ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും MECയും കൊടുത്തിട്ടുണ്ട്. MEC കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പാണ്. എന്താണ് അർത്ഥമാക്കുന്നത്? ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ MEC കുറയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിമിനിഷിങ് റേറ്റ് ഓഫ് റിട്ടേൺസ് എന്ന് പറയുന്ന ലോ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് കുറയും. ഓക്കെ, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ പ്രൈസ് കുറയും. ഈ പ്രൈസ് എന്ന് പറയുന്നതാണല്ലോ റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കുറയും. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതിൽ നിന്ന് കിട്ടുന്ന MEC റേറ്റ് ഓഫ് റിട്ടേൺ കുറയും എന്നുള്ളതാണ് ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ORഉം MEC OM ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കും. അതായത് MEC അവിടെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു എക്കോണമിയിൽ വർദ്ധിക്കും. MEC ORഉം OM എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, ക്യാപിറ്റൽ സ്റ്റോക്ക് കുറയും. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും ചെയ്യും. MEC കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും ചെയ്യും. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. അതേപോലെ MEC കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഈക്വലായി വരികയാണെന്നുണ്ടെങ്കിൽ എക്കോണമി എവിടെയാണ് എത്തുന്നത്? ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് K1 ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്കിൽ എത്തും. ഓക്കെ, അതിവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഇമ്പോർട്ടൻസ് ഓഫ് MEC. എന്തൊക്കെയാണ് MECയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ കെയ്ൻസ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റിൽ MEC ഒരു നല്ല ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റിനെ തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും MECയിലുമാണ്. MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും ചെയ്യും. MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് MECയുടെ ഒരു പ്രൈമറി ഫങ്ഷൻ ആണെന്ന് തന്നെ പറയാം. ഓക്കെ,
നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ തീരുമാനിക്കുന്നത്. ആ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിനെ തീരുമാനിക്കുന്നത്, ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റിനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ MECയുടെ ഒരു പ്രൈമറി ഫംഗ്ഷനായിട്ട് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തേത് ബിസിനസ് സൈക്കിൾ. The theoretical explanation for business cycles given by Keynes is based on MEC. അപ്പോൾ ബിസിനസ് സൈക്കിൾ എന്നതിൻ്റെ ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ കെയ്ൻസ് കൊടുത്തത് MECയുടെ ബേസിലാണ്. MEC അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ബിസിനസ് സൈക്കിളിന് എക്സ്പ്ലനേഷൻ നൽകിയിട്ടുള്ളത്. Keynes finds the essence of business cycle in variations in the rate of investment caused by cyclical fluctuations in the MEC. അപ്പോൾ MECയിൽ എന്ത് മാറ്റം വരുന്നു, അതിന് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളത് അടിസ്ഥാനമാക്കിയിട്ടാണ് ബിസിനസ് സൈക്കിളും തീരുമാനിച്ചിട്ടുള്ളത്. The turning point from expansion to contraction is explained by a collapse in the MEC. എക്സ്പാൻഷനിൽ നിന്ന് കോൺട്രാക്ഷനിൽ പോകുന്ന ആ ടേണിംഗ് പോയിന്റ് ഒക്കെ തീരുമാനിക്കുന്നത് MECയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ദ മൂവ്മെൻറ്റ് ഓഫ് ദി എക്കോണമി ഫ്രം ഡിപ്രഷൻ ടു റിക്കവറി ഈസ് ആട്രിബ്യൂട്ടഡ് ടു എ ഗ്രാജുവൽ റിക്കവറി ഇൻ ദി MEC. ഒരു എക്കോണമി ഡിപ്രഷനിൽ നിന്ന് റിക്കവറിയിലേക്ക് പോകുന്നതും MECയുടെ ഒരു ഗ്രാജുവൽ റിക്കവറിയിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തേത് സൊല്യൂഷൻ ടു ഡിപ്രഷൻ. An increase in the MEC is vital for saving the capitalist economy is faced with severe depression. ക്യാപിറ്റൽ എക്കോണമി ഫേസ് ചെയ്യുന്ന ഡിപ്രഷനിൽ നിന്നൊക്കെ സേവ് ചെയ്യണം, അതിൽ നിന്നൊക്കെ മുക്തമാക്കണം എന്നുണ്ടെങ്കിലും MEC ഇൻക്രീസ് ചെയ്യണം. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ലിക്വിഡിറ്റി ട്രാപ്പ് അറൈസ് വരുന്നത് ഡിപ്രഷനിൽ നിന്നാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലിക്വിഡിറ്റി ട്രാപ്പ് സെറ്റ് ചെയ്തതിനേക്കാളും താഴെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോകില്ല. ഓക്കെ, Thus, an increase in the level of investment solely depends on the MEC. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ MECയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിപ്രഷനിൽ നിന്ന് ഒരു എക്കോണമി റിക്കവറി ചെയ്യണം എന്നുണ്ടെങ്കിൽ MECയിലുള്ള വർധനവ് അവിടെ നിർബന്ധമാണ്. Fourth one is socialization of investment. Investment function in the long run is unstable one in capitalist economy. This is mainly attributed to fluctuations in the MEC. According to Keynes, the volatility in investment is the result of businessmen's calculation of the prospective rate of profit based on uncertain knowledge of the future. ലോങ് റണ്ണിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ MECയിൽ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള മാറ്റം, വോളാറ്റിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ്മെൻ്റെ കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടുമോ, പ്രോസ്പെക്റ്റീവ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്തായിരിക്കും, നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്തായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുക. ദ ഇൻസ്റ്റെബിലിറ്റി ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് റിസൾട്ട് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായാൽ അത് അൺഎംപ്ലോയ്മെൻറ്റിലായിരിക്കും. അതേപോലെ ഡിപ്രഷനും ബിസിനസ് സൈക്കിളിനൊക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, if investment is left to the private sector, it will adversely affect the functioning of the economy and instability is the result. As a solution, Keynes suggested socialization of investment. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് സെക്ടറിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയാൽ അതൊരു എക്കോണമിയുടെ ഫംഗ്ഷനിങ്ങിനെ മൊത്തം ബാധിക്കും. അതുകൊണ്ട് തന്നെ കെയ്ൻസ് സോഷ്യലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു സജസ്റ്റ് ചെയ്തിരുന്നത്. സോഷ്യലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കെയ്ൻസ് എന്താണ് അർത്ഥമാക്കിയെന്ന് വെച്ചാൽ ഗവൺമെൻറ് കൺട്രോള് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ, അതുപോലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുക. ആൻഡ് ഇൻ്റർവെൻഷൻ ഓഫ് ദി ഗവൺമെൻറ് ടു കോമ്പൻസേറ്റ് ബൈ ഇനി ഫോൾ ഇൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അത് ഗവൺമെൻറ് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ക്രിറ്റിസിസം ഓഫ് MEC ആണ് നൽകിയിട്ടുള്ളത്. First one, expectation regarding the future return is the most important factor determining the marginal efficiency of capital. Marginal efficiency of capital തീരുമാനിക്കുന്നത് നമുക്ക് ഫ്യൂച്ചർ റിട്ടേൺ എന്തായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ MEC മാത്രമാണ് ഡൈനാമിക് കോൺസെപ്റ്റ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് എന്നുള്ളതാണ്. രണ്ടും എന്താണ്, ഡൈനാമിക്കാണ്. രണ്ടിലും മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ക്രിറ്റിസിസം. രണ്ടാമത്തേത്, Keynesian analysis of the investment function as a relationship between the rate of interest and MEC is based on the assumption that wages are equal to marginal product of labor. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും MECയും തമ്മിൽ റിലേഷൻഷിപ്പാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് കെയ്നീഷ്യൻ അനാലിസിസിൽ പറഞ്ഞിട്ടുള്ളത്.
അത് ഏത് അസംഷൻ്റെ ബേസിലാണ്? വേജ് എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറിന് ഈക്വൽ ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ അസംഷൻ ഒഴിവാക്കിയാൽ വേജ് റേറ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിനെ ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മൂന്നാമത്തെ criticism, the concept of MEC does not consider problems involved in the variation in the productivity of capital. ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റിയിലും വരുന്ന മാറ്റങ്ങൾ, അതിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും MEC എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബാധിക്കുന്നില്ല, ഇത് കണക്കിലെടുക്കുന്നില്ല. അതാണ് മൂന്നാമത്തെ ക്രിറ്റിസിസം. സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കട്ടെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഈ 3 പോയിൻറ്റ്സ്. ദെൻ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് MEI. Marginal efficiency of investment is defined as the rate of return that a potential new capital asset is expected to earn after all its costs are covered, except the interest expenses. Marginal efficiency of investment എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ എല്ലാ കോസ്റ്റും കവർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ദസ് MEI ഈസ് ദ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, നമ്മൾ കരുതുന്ന പ്രോഫിറ്റബിലിറ്റി എന്താണോ അതാണ് MEI. It is the rate of return which equates the cost of the project and the discounted value of future income stream associated with the project. അപ്പോൾ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്തായിരുന്നു? അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പുതിയതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ MEI can be calculated by using the following formula. ഏതാണ്? C is equal to R1 by 1 plus R(1) plus R2 by 1 plus R square up to Rn divided by 1 plus R(n). ഇവിടെ C എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ആണ്. R എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇൻകം സ്ട്രീം ഇൻ വേരിയസ് ഇയേഴ്സ് 1, 2, 3 up to n. R എന്ന് പറയുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ the marginal efficiency of investment is also known as internal rate of return. Okay, the marginal efficiency of investment is also known as internal rate of return. അപ്പോൾ ഇത്രയാണ് MECയെ കുറിച്ചും MEIയെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. രണ്ടും ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ്, രണ്ടും നമുക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. Okay.